ഒരു കപ്പാസിറ്റർ അത് നല്ലതാണോ അതോ കംപ്ലൈൻ്റ് ആണോ എന്നറിയാൻ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു കോമ്പണൻ്റ് ആണ് കപ്പാസിറ്റർ അല്ലേ? ഫിൽറ്ററിങ്ങിനായിട്ടും കപ്പിളിങ്ങിനായിട്ടും ഓസിലേറ്ററുകളായിട്ടും ട്യൂണിങ്ങിനുമൊക്കെ കപ്പാസിറ്റർ കൂടുതലായിട്ടും ഉപയോഗിച്ചു വരുന്നു. ആക്ച്വലി എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത്? ഒരു ഇലക്ട്രിക് ചാർജിനെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യുകയും അത് ഡിസ്ചാർജ് ചെയ്യുകയുമാണ് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ പ്രധാന ദൗത്യം. ഇത് ഓരോ കപ്പാസിറ്ററിൻ്റെ വാല്യൂവിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ മാറ്റം ഉണ്ടായിരിക്കുമെന്ന് മാത്രം. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അതായത് മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് കപ്പാസിറ്റർ ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇതിനായിട്ട് ഞാൻ കുറച്ച് കപ്പാസിറ്ററുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ബേസിക്കായിട്ട് ഒരു കപ്പാസിറ്റർ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1000 MFT 25 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്ററാണ് എടുത്തിട്ടുള്ളത്. ചെക്ക് ചെയ്യാനായിട്ട് ഒരു അനലോഗ് മൾട്ടിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇത് തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നതാണ്. ഇതിനായി മൾട്ടിമീറ്ററിൽ ആദ്യം ഓം റേഞ്ച് സെലക്ട് ചെയ്യുന്നു. ഒരിക്കലും ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രോബുകളിലും നമ്മളുടെ വിരൽ സ്പർശിക്കാൻ പാടുള്ളതല്ല. ഇത് ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമാണ്. ഇത് പലർക്കും അറിയില്ല. ഈ ഒരു കാര്യം നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഒരു ലെഗ് നമ്മൾ ഈ ഒരു വിരൽ സ്പർശിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ മറ്റേ ലെഗ് ഫ്രീ ആയിട്ട് ഇടണം. അവിടെ പ്രോബ് മാത്രമേ സ്പർശിക്കാൻ പാടുള്ളൂ. കാരണം നമ്മളുടെ ശരീരത്തിലൂടെ കറണ്ട് പ്രവഹിക്കാൻ ശേഷിയുണ്ട്. ഇത് ഈ ഒരു രണ്ട് പ്രോബിലും സ്പർശിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ചെക്കിങ്ങിനെ പ്രതികൂലമായിട്ട് ബാധിക്കാം. അതുപോലെ ഈ ഒരു കപ്പാസിറ്റർ മാത്രമല്ല, മറ്റേത് ഇലക്ട്രോണിക് കോമ്പണൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്തും ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരിയായ രീതിയിൽ ഈ ഒരു കപ്പാസിറ്റർ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിലുള്ള ചാർജ് ഡിസ്ചാർജ് ചെയ്യണം. ഇതിനായിട്ട് ഞാൻ ഈ പ്രോബ് ഉപയോഗിച്ച് ഇത് ഷോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹൈ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഇത്തരം കപ്പാസിറ്ററുകളൊന്നും ഇതേപോലെ ഡയറക്റ്റ് ഷോർട്ട് ചെയ്ത് ഒഴിവാക്കാൻ പാടുള്ളതല്ല. അതിന് ബൾബോ മറ്റു ഉപകരണങ്ങളോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം ഡിസ്ചാർജ് ചെയ്ത് ഇതേപോലെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു വർക്കിംഗ് ആയ കപ്പാസിറ്റർ ആണെങ്കിൽ ഈ ഒരു പ്രോബ് കപ്പാസിറ്ററിൽ സ്പർശിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു മൾട്ടിമീറ്ററിൻ്റെ സൂചി ആദ്യം ഫുള്ളായിട്ട് റീഡ് ചെയ്യുന്നത് കാണാം. അതായത് റെസിസ്റ്റിവിറ്റി വളരെ കുറവാണ് എന്നാണ് കാണിക്കുന്നത്. അതിനുശേഷം ഈ ഒരു സൂചി പതിയെ താഴോട്ട് വരുന്നതായിട്ട് കാണാം. അതായത് ഹൈ റെസിസ്റ്റിവിറ്റിയിലേക്ക് പോകുന്നതായിട്ട് കാണാം. അതായത് ഈ ഒരു കപ്പാസിറ്റർ ഇപ്പോൾ ചാർജിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൂചി സീറോയിൽ എത്തുന്നത് വരെ ഇത് നടന്നുകൊണ്ടിരിക്കണം. ഈ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കണം. സീറോയിൽ എത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കപ്പാസിറ്ററിലോട്ട് മുഴുവനായിട്ടും ചാർജ് കയറുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. MFT വാല്യൂ കൂടിയ കപ്പാസിറ്റർ ആണെങ്കിൽ ഈ ഒരു നീഡിൽ പതിയെ പതിയെ താഴോട്ട് വരികയുള്ളൂ. അതായത് കപ്പാസിറ്റർ ചാർജ് ആവാൻ കൂടുതൽ സമയം എടുക്കും. MFT വാല്യൂ കുറവാണെങ്കിലോ ഈ ഒരു നീഡിൽ പെട്ടെന്ന് താഴോട്ട് വരുന്നതായിട്ട് കാണാം. അതായത് പെട്ടെന്ന് ചാർജായി മാറും. ഇതായിരിക്കും ഇത് ഒരു കപ്പാസിറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൾട്ടിമീറ്ററിൽ കാണിക്കുക. ഇങ്ങനെ പൂർണ്ണമായിട്ടും ഈ ഒരു നീഡിൽ സീറോയിലേക്ക് എത്തുന്നില്ല എങ്കിൽ ആ കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ആ ഒരു കപ്പാസിറ്റർ ചാർജ് മുഴുവനായും ശേഖരിക്കപ്പെടുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു കപ്പാസിറ്ററിൻ്റെ ബേസിക് ടെസ്റ്റിംഗ് മാത്രമാണ്. അതായത് എക്സാമിനൊക്കെ ഇത് എഴുതിയിട്ട് നമുക്ക് മാർക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കും. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എക്സാമിനൊക്കെ എങ്ങനെയാണ് ഒരു കപ്പാസിറ്റർ ചെക്ക് ചെയ്യാമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമുക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമ്മളൊരു PCB ഒക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു അറിവ് കൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. ഇങ്ങനെയുള്ള ഈ ഒരു ടെസ്റ്റിംഗ് കൊണ്ട് മാത്രം നമുക്കൊരു ഉപകരണത്തിലെ ഫാൾട്ട് കണ്ടുപിടിക്കാനോ അത് സർവീസ് ചെയ്ത് റെഡിയാക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ വേറൊരു കപ്പാസിറ്ററും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത അതേപോലെ 1000 MFTയിലുള്ള മറ്റൊരു കപ്പാസിറ്റർ. ഇത് കംപ്ലൈൻ്റ് ആണ്. ഇതൊരു PCBയിൽ നിന്നും കംപ്ലൈൻ്റ് ആയിട്ട് ഒഴിവാക്കിയ ഒരു കപ്പാസിറ്ററാണ്. ഈ ഒരു കപ്പാസിറ്ററിൻ്റെ മുകൾ ഭാഗം ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ വീർത്തിരിക്കുന്നതായിട്ട് കാണാം. അതായത് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ, ആ ഒരു കട്ടിങ് ഉള്ള ഭാഗത്ത് ഇത് വീർത്തിട്ടുണ്ട്. അതായത് ഇത് നിലവിൽ ഇത് കംപ്ലൈൻ്റ് ആണ്. ഇതൊരു സർക്യൂട്ടിൽ നിന്നും കംപ്ലൈൻ്റ് ആയിട്ട് ഒഴിവാക്കിയ കപ്പാസിറ്ററാണ്. ഇനി ഈ ഒരു കപ്പാസിറ്റർ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ റീഡിംഗ് എന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത ആ ഒരു 1000 MFTയുടെ കപ്പാസിറ്റർ റീഡ് ചെയ്ത അതേപോലെ തന്നെയാണ് ഇതും റീഡ് ചെയ്യുന്നത്. നേരത്തെ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തത് നല്ല കപ്പാസിറ്റർ ആയിരുന്നു. അതായത് കടയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കാത്തൊരു കപ്പാസിറ്റർ ആയിരുന്നു. അത് എങ്ങനെ റീഡ് ചെയ്തോ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ റീഡിങ്ങും നടക്കുന്നത്. ഈ ഒരു പരീക്ഷണത്തിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കി?
അതായത് വെറും ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഒരിക്കലും നമുക്കൊരു കപ്പാസിറ്റർ പൂർണ്ണമായിട്ടും വർക്കിംഗ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു കപ്പാസിറ്ററിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അളക്കാൻ വേണ്ടി മാത്രമേ സാധിക്കൂ. ഇതിന്റെ MFD വാല്യൂ എന്നൊരു സംഭവമുണ്ട്. ഇത് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഈ ഒരു MFD വാല്യൂയിലുള്ള മാറ്റം ഒരു സർക്യൂട്ടിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. MFD വാല്യൂയിലുള്ള ഈ ഒരു ചെറിയ മാറ്റം മതി ഒരു ഉപകരണം വർക്ക് ചെയ്യാതിരിക്കാൻ. കപ്പാസിറ്ററിൻ്റെ ഈ ഒരു വാല്യൂ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മീറ്റർ ഉണ്ട്. അതായത് ESR LCR മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിൽ ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. ഇത്തരം മീറ്ററുകൾ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കപ്പാസിറ്ററിൻ്റെ MFD വാല്യൂ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ മാത്രമേ ഈ ഒരു കപ്പാസിറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അല്ലാണ്ട് ഇത്തരം മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഈ ഒരു മീറ്റർ ഒന്നും നമ്മളുടെ കയ്യിലില്ല എന്ന് വിചാരിക്കുക. എങ്കിൽ പോലും കപ്പാസിറ്ററുകൾക്ക് വരുന്ന ചില അപൂർവ രോഗങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു തരാം. ഈ കാര്യങ്ങളൊന്നും മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാനും സാധിക്കില്ല. അതുപോലെ നിങ്ങളൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ ഒക്കെ പോയി പഠിക്കുകയാണെങ്കിൽ പോലും അവിടെ നിന്നും ഈ കാര്യങ്ങളൊന്നും അറിയണമെന്നുമില്ല. കാരണം ഇതൊക്കെ നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ നേടുന്ന ഓരോ അറിവുകളാണ്. ഇത് ഞാൻ പറഞ്ഞു തരാം. കാരണം നിങ്ങൾ ഒരു PCB ഒക്കെ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഒരു PCB എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള കപ്പാസിറ്ററുകൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ബൾജിങ് എന്നത്. അതായത് ഇതിൻ്റെ മുകൾ ഭാഗം വീർത്തിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളിലാണ്. അതുപോലെ ഇൻഡക്ഷൻ കുക്കറിൽ വരുന്ന കപ്പാസിറ്ററുകൾക്ക് ഇതേപോലെ കാണാറുണ്ട്. അതുപോലെ അപൂർവമായിട്ട് ചില പോളിസ്റ്റർ കപ്പാസിറ്ററുകളിലും ഇത് കണ്ടുവരാറുണ്ട്. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് ഈ ഒരു കപ്പാസിറ്ററിൻ്റെ പുറംഭാഗം ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ഇതാകെ പരുപരുക്കനായിട്ട് ഇരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ അടിഭാഗം ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ഒരു വെള്ളപ്പൊടി വന്ന് കിടക്കുന്നത്. ഇത് ഇതിനകത്തെ ലിക്വിഡ് പുറത്തേക്ക് ലീക്കായതാണ്. അതുപോലെ ഈ കാണുന്ന ഈ ഒരു ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ കറ ഉണ്ടല്ലോ, ഇത് കപ്പാസിറ്ററിൻ്റെ ഈ ഒരു പ്രശ്നവും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇത് ആ PCBയിൽ ഈ കപ്പാസിറ്റർ ഉറച്ചു നിൽക്കാൻ വേണ്ടി തേച്ച പശയാണ് കേട്ടോ. ഇതും കപ്പാസിറ്ററും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇത്തരം കപ്പാസിറ്ററുകളൊക്കെ മീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ റീഡിംഗ് ഒക്കെ കാണിക്കും. പക്ഷേ ഇത് കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ MFD വാല്യൂ മാറ്റം വന്നിട്ടുണ്ടാകും. ഇതേ പ്രശ്നമുള്ള മറ്റൊരു കപ്പാസിറ്റർ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കപ്പാസിറ്ററിനും ഇതേ പ്രശ്നമാണ്. ഇതിൻ്റെ മുകൾ ഭാഗം ചിലപ്പം ബൾജിങ് ഒന്നും ആയിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ലിക്വിഡ് ഏതെങ്കിലും ഭാഗത്തുകൂടെ ലീക്കായിട്ട് ഇതിൻ്റെ ഈ ഒരു ഇൻസുലേഷൻ ചെയ്ത ആ ഒരു കവറിനുള്ളിലോട്ടൊക്കെ പോയിട്ട് ഈ കപ്പാസിറ്റർ ഒരു പരുപരുക്കനായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അതുപോലെ കണ്ടുപിടിക്കാൻ ഏറ്റവും റിസ്ക് ഉള്ള ഒരു സംഭവമാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത്. ഈ ഒരു കപ്പാസിറ്റർ കണ്ടോ, ഇതിൻ്റെ ഈ ഒരു കാലിൻ്റെ അടിഭാഗത്ത് ഒരു കാലിൻ്റെ താഴെ ഇതിൻ്റെ ലിക്വിഡ് ലീക്കായി വന്നിട്ടുണ്ട്. പുറമെ ബാക്കിയെല്ലാം നല്ലൊരു കപ്പാസിറ്റർ പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഈ ഒരു കപ്പാസിറ്റർ ഇളക്കി നോക്കി പുറത്തെടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നം കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പുറമേ ഇത് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ലിക്വിഡ് പുറത്ത് ചാടി പോയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കപ്പാസിറ്റർ ഇപ്പോൾ വലിയൊരു PCB ഒക്കെ ആണെങ്കിൽ ഒരുപാട് കപ്പാസിറ്ററുകൾ ഉണ്ടായിരിക്കും. അവിടെ നിന്നൊക്കെ ഈ ഒരു കപ്പാസിറ്റർ തിരഞ്ഞു പിടിച്ച് എടുക്കാമെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതൊക്കെ പഴയകാല ടെക്നീഷ്യന്മാർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അവരൊക്കെ ഒരുപാട് സമയം ഇരുന്ന് ചെക്ക് ചെയ്ത് നോക്കി ഓരോ കമ്പൗണ്ട്സ് ഊരിയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കണ്ടെത്തുക. അതുപോലെ ഈ ഒരു കപ്പാസിറ്റർ കണ്ടോ, ഇത് ചെറുതായിട്ട് ബൾജ് ആയിട്ടുള്ളൂ. പക്ഷെ അത് പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. ഈ ഒരു പുതിയ കപ്പാസിറ്റർ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം അല്പം ഉള്ളിലോട്ട് കുഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. എന്നാൽ കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് അത് പുറമേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് കപ്പാസിറ്റർ തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യണം. എങ്കിൽ മാത്രമേ അത് ബൾജിങ് ആണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി വളരെ റെയറായിട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഈ ഒരു കപ്പാസിറ്റർ കണ്ടോ, ഈ ഒരു കപ്പാസിറ്ററിൻ്റെ ഈ താഴ്ഭാഗത്ത് കാണുന്ന ആ ഒരു രണ്ട് കാലുകളും ഉള്ളിലോട്ട് കയറുന്ന ആ ഭാഗത്ത് പുറത്തേക്ക് ഇത്തിരി ബൾജായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. കണ്ടോ, ഈ ഒരു പ്ലാസ്റ്റിക് ഇത്തിരി പുറത്തോട്ട് ചാടി വന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ MFD വാല്യൂ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. ഇത് മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ ഈ ഒരു കപ്പാസിറ്റർ കണ്ടോ, ഇത് ഓവർ ഹീറ്റ് തട്ടിയിട്ട് കംപ്ലൈൻ്റ് ആയ ഒരു കപ്പാസിറ്ററാണ്. ഇതും സാധാരണ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണിക്കും. പക്ഷേ ഇതിൻ്റെ MFD വാല്യൂ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. ഇതാ ഈ ഒരു കപ്പാസിറ്ററും കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ മുകൾ ഭാഗം ഇത്തിരി ബൾജായിട്ടുണ്ട്. അതുപോലെ വളരെ കുറഞ്ഞ കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററുകളാണ് ഇത്തരം പോളിസ്റ്റർ കപ്പാസിറ്ററുകൾ.
ഇതും നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിൽ ചെറിയൊരു വാല്യൂ മാറ്റം വന്നാൽ തന്നെ അത് PCBയിൽ അത് വലിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കപ്പാസിറ്ററുകളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ESR അതുപോലെയുള്ള മീറ്ററുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സർക്യൂട്ടിൽ എന്താണോ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് അതിനനുസരിച്ച് ആ ഒരു സെക്ഷൻ നോക്കിയിട്ട് വേണം നമ്മൾ ആ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ മറ്റൊന്നാണ് ഇത്തരം സെറാമിക് കപ്പാസിറ്ററുകൾ. ഇതും സാധാരണ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ വാല്യൂ ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതിന് ESR മീറ്റർ അതുപോലുള്ള മീറ്റർ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഇത് അധികം PCBയിലും ഷോർട്ട് സർക്യൂട്ട് ആയിട്ടായിരിക്കും കിട്ടുക. ഇത് ഓപ്പൺ സർക്യൂട്ട് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സാധാരണ മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ ഫാനിലൊക്കെ കണ്ടുവരുന്ന ഇത്തരം കപ്പാസിറ്ററുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ടെക്നീഷ്യന്മാരൊക്കെ ഇത് ഡയറക്റ്റായിട്ട് പ്ലഗ് ചെയ്തുകൊണ്ട് ഷോർട്ട് ചെയ്ത് ഇതിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇതും ഒരു താൽക്കാലിക ടെസ്റ്റിംഗ് മാത്രമാണ്. ശരിക്കും ഇത് ഈ രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നത് കപ്പാസിറ്ററിന് കംപ്ലൈൻ്റ് ആണ്. അതുപോലെ നമ്മളുടെ സേഫ്റ്റിക്കും നല്ലതല്ല. ഈ ഒരു ടെസ്റ്റിംഗ് കൊണ്ടും നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. ഇത്തരം ഹൈ വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന കപ്പാസിറ്ററുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് MFT വാല്യൂ കൂടിയ കപ്പാസിറ്ററുകൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള ഹൈ വോൾട്ടേജ് ബൾബ് ഉപയോഗിച്ചുകൊണ്ട് ലോഡ് ചെയ്തുകൊണ്ട് നമുക്കത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇതൊരു താൽക്കാലിക ടെസ്റ്റിംഗ് മാത്രമാണ്. കാരണം ESR മീറ്ററുകളൊക്കെ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കോസ്റ്റ് കൂടിയ സംഭവമാണ്. അധികം ആരുടെ അടുത്തും ഉണ്ടാകത്തില്ല. അപ്പോൾ താൽക്കാലിക ഒരു ടെസ്റ്റിംഗ് എന്ന നിലയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മൾട്ടിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഒരു കപ്പാസിറ്റർ നല്ലതാണോ ചീത്തയാണോ എന്ന് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മീറ്ററുകളുണ്ട്. ESR അതുപോലുള്ള മീറ്ററുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ടുള്ള വാല്യൂ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത് എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിൽ എപ്പോഴെങ്കിലും ഇനി കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.